ഉപദ്രവിച്ചത് മൊത്തം സ്ക്വാഡുകാരാണ്. മാക്സിമം ഫുള്ള് ഉപദ്രവിച്ച് അവർ എല്ലാ രീതിയിലും ഉപദ്രവിച്ച് പഞ്ചസാര വെള്ളവും കുടിപ്പിച്ച് മുളക് പോലെയൊക്കെ കുടിപ്പിച്ച് മർമ്മസാധനത്തൊക്കെ മുളകൊക്കെ വരുത്തേപ്പിച്ച് ഒട്ടും അനങ്ങാൻ വയ്യാത്ത രീതിയിലാക്കി കളഞ്ഞു. പിന്നെ ഈ ശബരി മെഡിക്കൽ സ്റ്റോറുടെ ടൂറിസ്റ്റ് സ്കോപ്പിയിലെങ്ങാണ്ട് കൊണ്ടുപോയി എവിടെ കണ്ടൊക്കെ ഇരുട്ട് മുറിയിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ച് കേസ് നടത്തിയതെല്ലാം കടം മേടിച്ച കേസ് നടത്തിയത് ഇത്രയും കാലം മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു നീതി കിട്ടിയില്ല, നഷ്ടപരിഹാരം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എൻ്റെ കൊച്ചിട്ട് പറ മൊത്തം ഈ മുളക് പൊടിയുടെയൊക്കെ സാധനം കണ്ട് വാരി വെതറി ഈ പൊള്ളിയാടന്ന് മടിപ്പാട് മൊത്തം പൊള്ളിയാടന്ന് നമ്മളെ കാണിച്ച്. നമസ്കാരം. ചെയ്യാത്ത കുറ്റത്തിന് കള്ളരെന്ന് മുദ്ര കുത്തി കള്ളക്കേസിൽ കൊടുക്കുക, എന്നിട്ട് ജയിലിലടയ്ക്കുക, മാസങ്ങളോളം ജയിലിൽ കഴിയുക, ഒടുവിൽ യഥാർത്ഥ മോഷ്ടാവിനെ പിടികിട്ടിയപ്പോൾ ജയിൽ മോചിതനാകുക. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ നിയമ നടപടികളുമായി കുറേ കാലം നടന്നിട്ട് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ മനുഷ്യൻ ജീവനൊടുക്കി. ആ മനുഷ്യൻ അഞ്ചൽ അഗസ്ത്യക്കോട് രതീഷ് ഭവനിൽ രതീഷാണ്. ഈ വാർത്ത അധികമാരും ചർച്ച ചെയ്തു കണ്ടില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് രതീഷിൻ്റെ വീട്ടിലാണ്. രതീഷിൻ്റെ ഭാര്യ രശ്മിയോട് ചോദിക്കാം. രശ്മി, വിഷമമുണ്ട്, പക്ഷേ ഇത് നമ്മൾ ജനങ്ങൾ അറിയണമല്ലോ. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണം. കാരണം ഇന്നലെ രതീഷിന് പറ്റിയത് നാളെ എനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ പറ്റാം. എന്തായിരുന്നു സംഭവിച്ചത്, പറയാൻ കഴിയുമോ? ഈ ശബരിക്കാരുടെ കേസിലാണ് പിടിച്ചുകൊണ്ട് പോയത്. ശബരി മെഡിക്കൽ സ്റ്റോറിൻ്റെ കേസിൽ അത് പ്രതിയാണെന്നും പറഞ്ഞുകൊണ്ട് CCTV കണ്ട് രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശബരി മെഡിക്കൽ സ്റ്റോറിൽ കേസ് കൊടുത്ത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്. അവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോകുമായിരുന്നു പൊടി മേടിക്കാൻ. കൊച്ചിന് മൂത്ത കൊച്ചിന് 3 മാസം ആയപ്പോഴാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ പൊടി മേടിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ ചേട്ടൻ പറഞ്ഞ് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ശബരി മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞ് ഇയാൾ തന്നെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ ശബരി മെഡിക്കൽ സ്റ്റോറുകാർ തന്നെയാണോ ആരോപിച്ചത് ഇദ്ദേഹമാണ് ചെയ്തതെന്ന്? ആണ് അവർ തന്നെ ആരോപിച്ചത്. ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളാക്കി ഇരിക്കും, ഇയാളാണെന്ന് പറഞ്ഞ് അവർ തന്നെ ആരോപിച്ച് കേസ് കൊടുത്തത്. സ്ക്വാഡുകാരെ പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ നമ്മളിതൊന്നും അറിഞ്ഞില്ല. പിടിച്ചുകൊണ്ട് പോയത് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത് പിടിച്ചുകൊണ്ട് പോയി. 6 ദിവസം രതീഷ് എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല? ഒരു വിവരമില്ലായിരുന്നു. ഞങ്ങൾ ഏരൂര് ഞങ്ങളുടെ ഒരു അറിയാവുന്നൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചേട്ടനെ കണ്ടോണ്ട് അങ്ങനെ ചേട്ടൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനും ഇവിടെ ഏരൂര് വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവരോട് പറയണം, ഞാനിവിടെ ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്തപ്പോഴും പോലീസുകാർ നിങ്ങളുടെ വീട്ടിൽ അറിയിക്കാൻ സമ്മതിച്ചില്ല? വീട്ടിൽ നിന്നല്ല പിടിച്ചുകൊണ്ട് പോയത്. വണ്ടി ഓട്ടം പോയ വഴിക്ക് അവർ പിടിച്ചുകൊണ്ട് പോയതാ. ഇത് അഞ്ചൽ പോലീസാണോ? അഞ്ചൽ പോലീസാണ് പിടിച്ചുകൊണ്ട് പോയത്. അന്ന് ആരായിരുന്നു SI? അത് ആരായിരുന്നു ഇദ്ദേഹത്തിനെ ഉപദ്രവിച്ചതെന്ന് പിന്നീട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉപദ്രവിച്ചത് മൊത്തം സ്ക്വാഡുകാരാണ്. മാക്സിമം ഫുള്ള് ഉപദ്രവിച്ച് അവർ എല്ലാ രീതിയിലും ഉപദ്രവിച്ച് പഞ്ചസാര വെള്ളവും കുടിപ്പിച്ച് മുളക് പോലെയൊക്കെ കുടിപ്പിച്ച് മർമ്മസാധനത്തൊക്കെ മുളകൊക്കെ വരുത്തേപ്പിച്ച് ഒട്ടും അനങ്ങാൻ വയ്യാത്ത രീതിയിലാക്കി കളഞ്ഞു. പുറമെല്ലാം അവരുടെ പേരും എല്ലാം പറഞ്ഞായിരുന്നോ അദ്ദേഹം രതീഷ്? പിന്നീട് അന്ന് എനിക്ക് ഓർമ്മയിൽ തോന്നുന്നു അന്ന് മനോജാണെന്ന് തോന്നുന്നു പോലീസുകാർ. അവരായ 5 കൊണ്ടുപോയിട്ട് അവർ നേരെ അങ്ങ് ഏരു കൊണ്ടുപോയി. പിന്നെ ഈ ശബരി മെഡിക്കൽ സ്റ്റോറുടെ ടൂറിസ്റ്റ് സ്കോപ്പിയിലെങ്ങാണ്ട് കൊണ്ടുപോയി എവിടെ കണ്ടൊക്കെ ഇരുട്ട് മുറിയിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ച്. അവിടുന്ന് എന്താ മോഷണം പോയെന്ന് അവർ ആരോപിച്ചത്? അവർ 8 ലക്ഷം രൂപ പോയെന്നും പറഞ്ഞുകൊണ്ടാണ് ആരോപിച്ചത്. അതിനുശേഷം മനോജിനെ ജയിലിലടച്ചു അല്ലേ? അടച്ചു. നമ്മൾ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവർ പിന്നെ നേരിട്ട് റിമാൻഡ് ചെയ്ത് 42 ദിവസം കൊട്ടാരക്കര കിടന്നു. അങ്ങനെ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയത്. പിന്നെ എപ്പോഴാണ് യഥാർത്ഥ മോഷ്ടാവിനെ പിടികിട്ടിയത്? 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിടിച്ചത്. വേറെ എവിടെയോ മോഷണത്തിന് അങ്ങേരെ തിരുവനന്തപുരത്താണ്ട് പിടിച്ചപ്പോഴാണ് ഇത് പറഞ്ഞ് ഞാൻ ഇവിടെ കയറി മോഷ്ടിച്ചെന്ന് ആ പ്രതി പറഞ്ഞത്. അപ്പോൾ ഈ 6 കൊല്ലത്തോളം രതീഷ് ഈ കേസ് നടത്തുകയായിരുന്നു? നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ അതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന് പറഞ്ഞ് അവർ കേസ് പിൻവലിക്കാം, നഷ്ടപരിഹാരമായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ആരാണ് ഈ അറസ്റ്റിലായ പോലീസുകാർ? ഇല്ലീഗലായിട്ട് തരാമെന്നല്ലേ പറഞ്ഞു. അവർ തരാമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് വേണ്ട, ഞങ്ങൾക്ക് നീതി കിട്ടിയപ്പോൾ ഞങ്ങൾ കേസ് മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലും അവർ എപ്പോഴും ബസ്സിൽ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ അന്ന് വണ്ടികളൊന്നും പാവയെങ്കിലും കുടുംബം ആകപ്പാടെ ഉള്ളൊരു അത്താണിയായിരുന്നു ഞങ്ങൾക്ക്. അന്വേഷിച്ച് വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വീടുമില്ല. അപ്പോൾ പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഈ പോലീസുകാർ ഇടയ്ക്ക് കയറി വണ്ടിയിലൊക്കെ കയറിയിട്ട് പറയും ഇവൻ കള്ളനെ, ഇവൻ്റെ വണ്ടി കയറില്ലെന്നൊക്കെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഫോൺ വഴി ഭീഷണിപ്പെടുത്തുമായിരുന്നു. ശാരീരികമായിട്ട് ഒരുപാട് അവന്മാർ ശല്യം ചെയ്യുമായിരുന്നു എപ്പോഴും.
ഭയങ്കര അതായത് ശല്യം. അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടി അല്ലേ? പിൻവലിക്കണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും, അങ്ങനെ ഇങ്ങനെ എല്ലാം അവർ പറയുമായിരുന്നു. കസ്റ്റഡി മേടിച്ചിട്ട് അവർ മാക്സിമം ഉപദ്രവിക്കാനൊക്കെ നോക്കി. അപ്പം പറഞ്ഞ് എന്നെ ഉപദ്രവിച്ച് ഞാൻ കോടതി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കസ്റ്റഡി മേടിച്ചിട്ട് അവർ ഉപദ്രവിച്ചില്ല രണ്ടാമത്. ഈ മോഷ്ടാവ് അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം അങ്ങനെ ഒരു കേസ്, കള്ളക്കേസ് അദ്ദേഹത്തിന്റെ മേലിൽ വന്നതിന് ശേഷം നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ ഇടപെടൽ എങ്ങനെയായിരുന്നു? അവരുടെ എല്ലാം ആരും ഇടപെടത്തില്ല. കള്ളൻ എന്ന പേര് എല്ലാവരും മുഖത്ത് നോക്കി പറയും കള്ളനാ. ആരും സുഹൃത്തുക്കളും പിന്നെ ആരും ആയിട്ട് സഹകരണമൊന്നും ഇല്ലായിരുന്നു. ആരും മിണ്ടത്തൂല്ല എടുക്കത്തില്ല. റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്ത് ജോലി ചെയ്തിരുന്നത്? വണ്ടി 2 ദിവസം ബസ്സിൽ പോയാൽ 3-1 വണ്ടി പോകാൻ പറ്റത്തില്ല. ബസ് ഡ്രൈവറാണോ? ബസ് ഡ്രൈവറാണ്. ഓട്ടോ ആണെങ്കിൽ നമ്മൾ പണിഞ്ഞിറക്കി ആദ്യം അവർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഓട്ടോ എല്ലാം കുത്തി കീറി ഒരു പരുവാക്കി അവർ കയ്യിൽ തന്നു. 10-60 രൂപ മുടക്കി രണ്ടാമതും നമ്മൾ പണിഞ്ഞിറക്കിയിട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർ രണ്ടാമത് വണ്ടി പിടിച്ച് ബുക്കും പേപ്പറും അവരുടെ കയ്യിലായിപ്പോയി. അവർ തിരിച്ചു വന്നില്ല. പിന്നെ നമുക്ക് ആ ഓട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കിടന്നാണ് ഓട്ടോ ഇങ്ങനെ ആയത്. ഓട്ടോയാണ് വീടിന്റെ മുറ്റത്ത് നശിച്ചു കിടക്കുന്നത്. ആണ്. അവർ ബുക്കും പേപ്പറും മേടിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ അത് മേടിച്ച് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും 2 ദിവസം കൂടുമ്പോഴാണ് വണ്ടിയിൽ പോയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ശരീരവേദനയും പുറമേനയും വണ്ടിയിലൊന്നും പോകില്ലായിരുന്നു. ഞങ്ങൾ ആകെപ്പാട് കഷ്ടത്തിലായിരുന്നു. ഞങ്ങൾക്ക് വീടില്ല. സൊസൈറ്റിയിൽ ലോൺ വസ്തു പണയം വെച്ച് കടം കുറച്ച് തീർത്ത് അത് 4 ലക്ഷം രൂപയുണ്ട്. അല്ലാതെ 6 ലക്ഷം രൂപ കടമുണ്ട്. എനിക്കൊരു ജോലിയില്ല, വേറെ വരുമാനമൊന്നുമില്ല. ഞാനും അമ്മയും ഈ 2 പിള്ളേരും മാത്രം. എത്ര മക്കളാ? 2 പേര്. എന്ത് ചെയ്യുന്നു? മോള് ഇനി 5-ല്, മോൻ ഇനി 1-ല്. രണ്ടും മോളാണോ? അല്ല, ഒരു മോനും ഒരു മോളും. മോനിനി 1-ാം ക്ലാസ്സിൽ, മോൻ ഇനി 1-ാം ക്ലാസ്സിൽ, മോള് ഇനി 5-ാം ക്ലാസ്സിൽ. അതായത് പെട്ടെന്ന് എന്താ ഇപ്പോഴും അദ്ദേഹം ഈ പോലീസുകാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ, ആ കേസിന്റെ സ്ഥിതി എന്താണ്? നിലവിലെ സ്ഥിതി എന്താണ്? ഇപ്പൊ ഒന്നും അറിയത്തില്ല. ഏത് അഡ്വക്കേറ്റാ കേസ് നടത്തുന്നത്? ഏത് കോടതിയില്ല? പുല്ലൂര് കോടതിയില്ല. പുല്ലൂർ കോടതിയിൽ നമ്മൾ കൊടുത്തിട്ട് ഇതുവരെയായിട്ടും പുല്ലൂർ കോടതി വിളിച്ചിട്ടില്ല. ഷിനു എന്ന് പറയുന്നത് മാത്രമുള്ള ഒരു വക്കീലാണ് കേസ് വാദിക്കുന്നത്. ആദ്യം ബിനു എന്ന് പറയുന്നൊരു ഏരൂരുള്ള ബിനു വക്കീലായിരുന്നു. ബിനു വക്കീൽ പോയപ്പം ഷിനു വക്കീലിന് കൊടുത്തു. അദ്ദേഹം എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ രശ്മിയുടെ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇങ്ങനെ അദ്ദേഹം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു? ആരെങ്കിലും ശല്യപ്പെടുത്തിയെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് മുമ്പൊക്കെ പറയുമായിരുന്നു. അവരിങ്ങനെ വിളിക്കും, ഇടയ്ക്ക് വണ്ടിയിലൊക്കെ കയറി ശല്യം ചെയ്യുമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ശരീരം ഒട്ടും വയ്യാതിരുന്ന എന്നും വേദനയും ശരീരവേദനയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഈ ഒരു വരുമാനം ഉള്ളായിരുന്നു നമുക്ക്, വേറെ വരുമാനമൊന്നും ഇല്ലായിരുന്നു. ഇനി പിള്ളേർ മുമ്പോട്ട് പഠിക്കണം, പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു തരത്തിലും പറ്റാതായി. മനന്നൊന്നായിരിക്കും. എല്ലാവരും മുഖത്തേക്ക് കള്ളനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ സംഭവിച്ചായിരിക്കും. പിന്നെ കടം, മുമ്പോട്ടുള്ള ബാധ്യതകൾ എല്ലാം സൊസൈറ്റിയിലുണ്ട്. അല്ലാതെ കടമുണ്ട്. കേസ് നടത്തിയതെല്ലാം കടം മേടിച്ച കേസ് നടത്തിയത് ഇത്രയും കാലം മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു നീതി കിട്ടിയില്ല, നഷ്ടപരിഹാരം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അതെങ്കിലും കിട്ടിയെങ്കിലും ഒരു കുടിലെങ്കിലും ആയാലും. ഒരു കുടില് പോലും ഇല്ല. ഈ വീട് വാടകയ്ക്ക്? അനിയൻ്റെ വീട്, അനിയൻ്റെ വീട്. ഞങ്ങൾക്ക് വസ്തുവാ. ആ വസ്തു ലോണ മൊത്തത്തിൽ കടവാ. ഈ കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനും ഒരു വഴിയില്ല, വരുമാനവും ഇല്ല, അന്വേഷിച്ചാലും ആരുമില്ല. ബുദ്ധിമുട്ടാണ്. അതാ മോള്. രതീഷ് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വൈകായിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിപ്പാനൊന്നും വയ്യ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവൻ നേരത്തെ പറയുമായിരുന്നു. ഇപ്പോഴും ഈ ഇടയ്ക്ക് വണ്ടിയിൽ പോയപ്പം വയ്യ, ഈ നടുവേദനയാന്ന് പറയുമായിരുന്നു. നടുവേദന, പിന്നെ കാലും കൈയും കഴപ്പ്, അങ്ങനെ പല പറയുമായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോകുമെന്ന് നമ്മളറിഞ്ഞില്ല. ഈ ശബരി മെഡിക്കൽസുകാരാണല്ലോ ഈ ഒരു കുറ്റം രതീഷിന്റെ മേലെ ആരോപിച്ചത്. അവരാരോപിച്ച് അവരുടെ വണ്ടിയിലാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയി. ആ കൊച്ചിനെ ലോകം മൊത്തം ചുറ്റി, വേറെ എങ്ങും സ്റ്റേഷനിലെങ്ങും കൊണ്ടുപോയിട്ടില്ല. ചുറ്റിയിട്ട്
ഈ നാട് മൊത്തവും കൊണ്ടിട്ട് അവർ വെള്ളവും മേടിച്ച് പത്തിരിയും മേടിച്ച് അവരെല്ലാം മേടിച്ച് കുടിച്ചാൽ ഈ കുഞ്ഞിന് വെള്ളം പോലും കൊടുക്കത്തില്ലായിരുന്നു. ഇടിച്ച് ആല് വെച്ച് ചവിട്ടി ചെള്ളക്കൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു. അടിച്ചേ വെച്ച് പറയുമായിരുന്നു, ഈ കുറ്റം എത്തില്ലെങ്കിൽ നിന്നെ ഇനി എങ്ങും കൊണ്ടുപോകത്തെ ഞങ്ങൾ ഇനി ചുറ്റി കറക്കുമെന്ന് പറഞ്ഞ്. ആഹാരം പോലും അവർ മേടിച്ച് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് കിടന്ന് അവൻ കരയുമായിരുന്നു. അങ്ങനെ വിട്ടതിന് ശേഷം ജയിലിൽ പോയി വന്നതിന് ശേഷം അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അവനെ ഇത് ശിക്ഷിച്ചത്. അവർ പിന്നീട് നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു? ശബരിക്കാരും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി എങ്ങനെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. രതീഷിൻ്റെ കുഞ്ഞമ്മ വന്ന കേസിനൊക്കെ ഞങ്ങളും കൂടെ പോവുകയൊക്കെ ചെയ്തത്. അപ്പോഴും നമ്മൾ നിങ്ങളാണോ ഏരൂര് താമസിക്കുന്നത്? നമ്മളാണ് വഴിയിൽ താമസിക്കുന്നത്. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇവനെങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഏരു സ്റ്റേഷനിൽ കണക്ക് എൻ്റെ ചേട്ടത്തിയുടെ ഒരു മോനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവിടുത്തെ ഒരു പിന്നെ അമ്മ അവിടെ പിന്നെ സ്റ്റേഷൻ തൂക്കാൻ പോകുന്ന ഒരു അമ്മയുണ്ട്. അമ്മേൻ്റെ കൂടെ വന്ന് പറഞ്ഞ കണക്കാ നിങ്ങളുടെ ചേട്ടത്തിയുടെ മോനെ കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഓട്ടോ എങ്ങാണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞ്. അതൊരു കാർഡ് കൊണ്ട് ചെന്നാൽ ഇറക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് കൊണ്ട്. അങ്ങനെ എൻ്റെ ഭർത്താവാണ് പോയത്. അങ്ങനെ ഞാനാണ് ഇവരോട് വിളിച്ച് പറഞ്ഞത്. ഈ പോയപ്പോൾ രതീഷിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പം പിന്നെ ഇവർ കാണിച്ചില്ല, പോലീസുകാരെ കാണിച്ചില്ല, ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടുത്തെ മെമ്പറേയും കൊണ്ട് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഈ മെമ്പറുമായിട്ട് പ്രശ്നമായി. നമ്മളെ കാണിച്ചില്ല. പക്ഷേ ഭയങ്കര അവശതയിൽ അവിടെ ഇരുന്നത്. ഇതിലൊക്കെ ജനലിൻ്റെ കീഴിൽ കൂടെ കണ്ടപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു. അന്നേരം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ കാണിച്ചില്ല എന്നുള്ളത്, പുള്ളിക്കാരനെ കാണിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് വെച്ചാൽ നിനക്ക് ഇവിടെ ബന്ധുക്കളുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലെന്നും പറഞ്ഞിട്ട് അന്ന് ഈ കുഞ്ഞിനെ പൊതിരെ തല്ലി ഇവിടുന്ന് അവർ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത് കണക്ക് ആട്ടോ അവർ കൊണ്ടുപോയി. ആട്ടോയിലാണ് അവർ ഇത് പൈസകളെല്ലാം കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ആട്ടോ പിടിച്ചോണ്ട് പോയത്. പിന്നെ രണ്ടാമതാണ് അവനെ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ ആട്ടോ കൊണ്ടുപോയെന്ന് വെച്ചാൽ അത് അതിൻ്റെ ടയറും അതിൻ്റെ എന്ന് വെച്ചാൽ എല്ലാം അത് വലിച്ചു കീറി എല്ലാം ശരിയാക്കി അത് ഇട്ടിരുന്നതെന്ന് വെച്ചാണ് നമ്മൾ പിന്നെ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് പിന്നെ കോടതിയിൽ നിന്ന് ഇത് ഇറക്കാനുള്ളൊരു ഇത് വന്നത്. അങ്ങനെയാണ് ഇത് ഇറക്കി പിന്നെ 19 ലക്ഷം രൂപ 50,000 രൂപ കടം മേടിച്ചാണ് പിന്നെ അത് ഓട്ടോ പണിഞ്ഞ് ഇറക്കി പിന്നെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ചന്തമുഖി വെച്ചാണ് വീണ്ടും ഇവർ ബുക്കും പേപ്പറും മേടിച്ച് നീ കള്ളനാണ്, നീ വണ്ടി ഓടണ്ട പറഞ്ഞവർ കൊണ്ടുപോയത്. പിന്നെ വണ്ടി ഓടിയിട്ടില്ല. ആ വണ്ടിയാണ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ആ വണ്ടിയാണ് ഇപ്പം ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത്. നമ്മൾ എന്നും അത് കാണുമ്പോൾ നമ്മുടെ നെഞ്ച് നീറുവാണ്. 5 ലക്ഷം രൂപ മുടക്കിയാണ് CC അടയ്ക്കാഞ്ഞിട്ട് അവൻ ജയിലിലായപ്പോഴാണ് CCക്കാരും വീണ്ടും വന്ന് നമ്മളെ ശല്യപ്പെടുത്തിയത്. അന്നേരം നമ്മൾ കടം മേടിച്ചാണ് ആ CC നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ കടവും ഇങ്ങനെ കിടക്കുക. അങ്ങനെ നമ്മുടെ കണക്ക് വക്കീലിനെ ചെന്ന് കണ്ട് കോടതി കണക്ക് കേസ് ഫയൽ ചെയ്ത് എന്നേരം പിന്നെ എന്നിട്ടൊന്നും നമ്മളെ അറിയിച്ചില്ല. നമ്മൾ ഫയൽ ചെയ്തിട്ട് വന്നിട്ട് അന്ന് രാത്രി ഈ പിന്നെ എൻ്റെ ചേട്ടത്തിയെ എൻ്റെ ഒരാങ്ങളെയും കൂടെ വിളിച്ചവർ പറഞ്ഞ് ഇതണക്കാ പിന്നെ രതീഷിനെ ഇവിടെ 5 സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ ചെല്ലാൻ പറഞ്ഞ്. അങ്ങനെ ഇവർ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ സാന്നിധ്യത്തിലാണ് പിടിച്ചതെന്നും പറഞ്ഞ് ഇവരെയും കൊണ്ട് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടിപ്പിച്ച് മേടിപ്പിച്ചു അവർ. എന്നിട്ട് ഇവർ റിമാൻഡ് ചെയ്ത് പിന്നെ ജയിലിലാക്കി. അങ്ങനെ ഇപ്പം നമ്മൾ നിനക്ക് കൊട്ടാരക്കര ജയിലിൽ കാണാൻ ചെന്നപ്പോൾ എൻ്റെ കൊച്ചിട്ട് മൊത്തം ഈ മുളക് പൊടി കിടക്കുന്ന സാധനം കണ്ട് ഭാര്യ വേദറി. ഈ പൊള്ളിയാടന്ന് മടിപ്പാട് മൊത്തം പൊള്ളിയാടന്ന് നമ്മളെ കാണിച്ച് നീല കളറ് അത് കണ്ടെങ്കിലേ അറിയാൻ പറ്റൂ. ആ തരത്തിലാക്കി അവനെ എണീറ്റ് നടക്കാൻ വയ്യ, കുഞ്ഞിന് നടക്കാൻ വയ്യ, കാര്യം പറയാൻ വയ്യ. ആ കണക്കിന് കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് പിന്നെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷവും ജയിലിലായതിനു ശേഷവും തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ മുഖം തിരിക്കുക. കള്ളൻ്റെ അമ്മ അല്ലെ കള്ളൻ്റെ അനിയനാ പോകുന്നത്, അവൻ കള്ളനാ, അവരോട് മിണ്ടരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് 1,90,000 രൂപ പിടിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞേക്കുന്നത് അവർ. ആ പണം എന്ത് ചെയ്യേ? അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ പണം എന്ത് ചെയ്യും? അതിനവർക്ക് രേഖയില്ലേ? അവരിന്ന് വരെ ആ രേഖ കാണിച്ചിട്ടില്ലല്ലോ. ആ രേഖ കോടതി ഇന്ന് വരെ അവർ കൊടുത്തിട്ടില്ലല്ലേ. പിടിച്ചോണ്ട് പോയെന്ന് നാട് മൊത്തം പറഞ്ഞുണ്ടാക്കി. ആ പോലീസുകാർ തന്നെ പറഞ്ഞുണ്ടാക്കിയത് അവൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയെന്ന്. അങ്ങനെ അവൻ്റെ ആ വണ്ടി അത്രയും പരുവാക്കിയിട്ടത് തന്നെ അവരാ. അതിൽ കൊണ്ടുപോയി രക്തക്കറയുണ്ട്, അതിലെ പണം മൊത്തവും കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മൊത്തം കുത്തി കീറി കളഞ്ഞ എല്ലാം വണ്ടി മൊത്തം നശിപ്പിച്ച് കളഞ്ഞു അവര്. അതുകൊണ്ട് എത്ര നാളുകൊണ്ട് ഇവിടെ എത്ര വർഷങ്ങൾ കൊണ്ട് കിടക്കുന്നതാ വണ്ടി. 19,000 രൂപ നമ്മൾ മുടക്കിയാണ് പിന്നെ ശരിയാ. പിന്നാണ് വണ്ടിയുടെ ബുക്കും പേപ്പറും അവർ പഠിച്ചാക്കി എന്ത് ചെയ്യും? അത് ഇന്ന് വരെ അവർ കൊടുത്തിട്ടില്ല.
അത് ഇന്ന് വരെ കൊടുത്തില്ല. എന്ന് വെച്ചാൽ അവൻ കള്ളൻ, ഇനി ഒരു വണ്ടിയിൽ പോയി എന്നിട്ട് വണ്ടി അവ ഓട്ടിക്കാൻ വണ്ടി കയറി ഒരു വണ്ടിയിലും അവ ഓടാൻ താമസിക്കത്തില്ല. ഇവർ കയറി ശല്യമായിരുന്നു. ആ ഷാജഹാൻ എന്ന് പറയുന്നതും മറ്റേ അങ്ങനെ പേര് എനിക്ക് ഓർമ്മ ഇപ്പം ഇല്ല. അയാളും കൂടെ എന്നും കടന്ന് ശല്യം ഉണ്ടാക്കി അവസാനം അഞ്ചലൊക്കെ ചെന്ന് കടകളിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ പലയിടത്തും അവനെ വെച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് വക്കീലിനെ പിന്നെ അവൻ നേരി കണ്ട് ഇതണക്ക് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വക്കീലാണ് പിന്നെ അത് പറഞ്ഞ് നിയന്ത്രിച്ചത്. എന്തേലും ഉണ്ടെങ്കിൽ അങ്ങേരെ കൊണ്ടുവന്ന് ഹാജരാക്കാൻ നിങ്ങൾ വടി നീളം നിന്ന് അവനെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. തല്ലിയ പോലീസുകാരൊക്കെ അറിയോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാര്യം നമ്മൾ അത് കാണുന്നില്ല. പക്ഷേ അവനെ കൊണ്ടുപോയാൽ അവനെ പൊതിരെ തല്ലി ഈ 5 സ്റ്റേഷനിട്ട് എൻ്റെ കുഞ്ഞിനെ കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ കുറ്റയേക്കണം. അതായത് ഇവനാണ് അത് ചെയ്തതെന്നുള്ള കുറ്റയേക്കണം. കുറ്റയേറ്റില്ലെങ്കിൽ ഇവരുടെ അമ്മയെ ഈ പിന്നെ ഭാര്യയും കൊച്ചുങ്ങളെ എല്ലാം കൊന്നുകളയും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവൻ കുറ്റയേക്കത്തില്ല. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റവൻ ചെയ്യേക്കത്തില്ലെന്ന് പറഞ്ഞ് അതിനാണ് ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തത്. അതിനെ കൊന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അത് എത്ര നാൾ വയ്യാതെ ഇവിടെ കിടന്ന് അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് ഈ 2 കൊച്ചുങ്ങളും ഞങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഞങ്ങളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകും? ഒരു വീടില്ല. അന്വേഷിച്ചാൽ വേറെ ആരുമില്ല ഞങ്ങൾക്ക്. ഇനി ജീവിതമാർഗത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അതിന് തന്നെയോ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി പോകും? വണ്ടി ഇറങ്ങിപ്പാനൊക്കെ സർക്കാരിനോടാണോ? മുമ്പോട്ടുള്ള പഠിത്തമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വരുമാനം ഇല്ലല്ലോ, ജോലി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. ജോലിയും ഇല്ല, ഒരു വീടും ഇല്ല. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ചിലവല്ലേ. നമുക്ക് ചിലവ് വരെ ഉള്ള ആൾ പോയി. ഇനി നമുക്ക് ആരും ചിലവില്ല. ഞങ്ങൾക്ക് കൊച്ചുങ്ങളാരും നോക്കിയല്ലേ പറ്റൂ. ചിലവിന് കിട്ടണം ഞങ്ങൾക്ക്. സൊസൈറ്റിയിൽ നിന്ന് പൈസ കടം എടുത്തിട്ടുണ്ട്. ആ കടം നമുക്ക് തീർക്കാൻ ഒരു നിവൃത്തി ഇനിയിപ്പോൾ ഇല്ല. നമ്മളത് അടച്ചു തീർക്കാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തരാം. ചെയ്യാത്ത കുറ്റത്തിന് കള്ളനെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്യുക, നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി ദിവസങ്ങളോളം മർദ്ദിക്കുക, പിന്നെ ജയിലിലടയ്ക്കുക, ഒടുവിൽ കുറ്റക്കാരനല്ല എന്നു കണ്ട് വെറുതെ വിടുക, കള്ളൻ എന്ന ചാപ്പയും പേറി ജീവിക്കുക, ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ മർദ്ദനത്തിൻ്റെ ബാക്കി പത്രം, കള്ളനാക്കിയവർ തന്നെ പിന്നാലെ നടന്ന് ഭീഷണിയും, ഒടുവിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയും അപമാനവും കൊണ്ട് രതീഷ് എന്ന ആ മനുഷ്യൻ ജീവനൊടുക്കി. തന്നെ കുറ്റക്കാരനാക്കിയവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട രതീഷ് നൽകിയ പരാതിയിൽ ഇതുവരെ നടപടികളൊന്നുമായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ വകുപ്പ് തല അന്വേഷണമെന്ന പതിവ് പ്രഹസനം നടക്കുകയാണത്രേ. അനാഥരായത് ചെറുപ്പക്കാരിയായ ഭാര്യയും 11ഉം 6ഉം വയസ്സുള്ള പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളും. കുട്ടികളെ പഠിപ്പിക്കാനും സ്വന്തമായി ഒരു വീടുണ്ടാക്കാനും ഇനി രതീഷിൻ്റെ ഭാര്യ രശ്മിയുടെ പ്രതീക്ഷ നമ്മളിലാണ്. ക്യാമറമാൻ ജെയിൻ സ്റ്റീവൻസിനൊപ്പം സുബേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.